2025 ഒക്ടോബർ 6 ഡൽഹിയിൽ ഒരു യുവാവ് മരണപ്പെട്ടു. ഏറ്റവും ആദ്യം എല്ലാവരും കരുതുന്നത് അതൊരു സ്വാഭാവിക മരണമായിരിക്കാം എന്നാണ്. ഒരു ബ്ലാസ്റ്റ് ഉണ്ടായിട്ടാണ് ആ യുവാവ് മരണപ്പെട്ടത്. അപ്പോൾ ബ്ലാസ്റ്റിന്റെ റീസണാണ് എല്ലാവരും അന്വേഷിച്ചത്. പോലീസിന്റെ ആദ്യത്തെ നിഗമനം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എ സിയിൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് എ സി പൊട്ടിത്തെറിച്ചിരിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് പൊട്ടിത്തെറിച്ചതാകാം. അങ്ങനെയായിരിക്കാം ആ യുവാവ് കൊല്ലപ്പെട്ടത് എന്നാണ്. പക്ഷേ ഫയർഫോഴ്സിൻ്റെയും ഡോക്ടേഴ്സിൻ്റെയും ഫോറൻസിക്കിൻ്റെയും പോലീസിൻ്റെയും കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു കേസ് തെളിയിച്ചത്. അതൊരു സ്വാഭാവിക മരണം ആയിരുന്നില്ല, കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത ഒരു കൊലപാതകമായിരുന്നു. വെൽ പ്ലാൻഡ് മർഡർ. ആ ഒരു കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. കേസിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലേക്ക് കമൻറ്റ് ചെയ്യുക. 2025 ഒക്ടോബർ 6 വെളുപ്പിന് 3 മണി സമയം ഡൽഹിയിലെ ഗാന്ധി വിഹാർ കോളനി, അവിടെയുള്ള ഒട്ടുമിക്ക ആൾക്കാരും ഉറക്കത്തിലാണ്. പക്ഷേ ആ നഗരം പൂർണ്ണമായിട്ട് ഉറങ്ങിയെന്ന് പറയാൻ സാധിക്കത്തില്ല. കാരണം ഡൽഹി പോലെ ഒരു സ്ഥലമാണ്. സ്വാഭാവികമായിട്ട് റോഡിലുള്ള ആൾക്കാർ അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും. ഒരുപാട് ആൾക്കാർ ആ സമയത്ത് യാത്ര ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഉണർന്ന് ഇരിക്കുന്നുണ്ട്. അവരാരും തന്നെ അറിഞ്ഞിരുന്നില്ല അല്പനിമിഷങ്ങൾ കഴിയുമ്പോൾ, അല്പസമയങ്ങൾ കഴിയുമ്പോഴത്തേക്കും അവിടെ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകും എന്നുള്ളത്. 3 മണിയോട് എടുക്കുന്ന സമയത്ത് വലിയൊരു പൊട്ടിത്തെറിയുടെ ശബ്ദം അവിടെ എല്ലാവരും കേൾക്കുകയാണ്. ഒരു അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചാണ് ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം ആദ്യം തന്നെ കേൾക്കുന്നത്. റോഡിലുണ്ടായിരുന്ന ആൾക്കാരും അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്ന ആൾക്കാരും അയൽവാസികളും എല്ലാവരും പേടിച്ച് എണീക്കുകയാണ്. അവർ നോക്കിയപ്പോഴത്തേക്കും ഈ 16 4th ഫ്ലോറിലുള്ള ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഈ പൊട്ടിത്തെറിയുടെ ശബ്ദം കേൾക്കുന്നത്. അവർ നോക്കിയപ്പോൾ അവിടുന്ന് തീജ്വാല കാണുകയാണ്. തീ ഇങ്ങനെ കത്തി പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയായിരുന്നു. ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ പേടിച്ച് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. ആൾക്കാരെല്ലാവരും തന്നെ അവിടേക്ക് ഓടിക്കൂടി. ഡൽഹി പോലെ നഗരമാണ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചെന്ന് ആർക്കും തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ബോംബ് പൊട്ടിത്തെറിച്ചതാണോ എന്ന് പോലും പല ആൾക്കാർ ഭയപ്പെട്ടിരുന്നു. എന്തായാലും ഒരു അപ്പാർട്ട്മെൻറ്റിലാണ്. സ്വാഭാവികമായിട്ട് അപ്പാർട്ട്മെൻറ്റിലെ മറ്റ് സ്ഥലങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ 4th ഫ്ലോറിലെ ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന വ്യക്തി ആരാണ്? അയാൾ മരിച്ചു കാണുമോ? അയാൾ ഒറ്റയ്ക്കാണോ? കുടുംബമുണ്ടോ? എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാളെ രക്ഷിക്കാനായിട്ട് സാധിക്കണം. എല്ലാവരും ആ 4th ഫ്ലോറിലേക്ക് ഓടിയെത്തി. എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ധൈര്യമുള്ള ആൾക്കാർ. അവർ ആ ഡോറ് തുറന്ന് അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കാനായിട്ട് ശ്രമം നടത്തി. പക്ഷേ തീ ആളി പടർന്നിട്ടുണ്ടായിരുന്നു. ആ ഡോർ തുറക്കാനായിട്ട് അവർക്ക് ആർക്കും തന്നെ സാധിച്ചില്ല. അവർ വളരെ പേടിച്ച് താഴത്തേക്ക് ഇറങ്ങി വരികയാണ്. തീ അണക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ ശ്രമം നടത്തിയിരുന്നു. പക്ഷേ എല്ലാം തന്നെ വിപുലമായ ശ്രമങ്ങൾ മാത്രമായിരുന്നു. ആർക്കും തീ അണക്കാനൊന്നും സാധിച്ചില്ല. ഉടൻ തന്നെ 112 വിളിക്കുകയാണ്, ഫയർഫോഴ്സിനെ വിളിക്കുകയാണ്. കാര്യങ്ങൾ എല്ലാം തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഫയർഫോഴ്സ് ആ സംഭവ സ്ഥലത്തേക്ക് വരികയാണ്. അതിനോടകം പല ആൾക്കാർക്ക് ഒരുപാട് പരിഭ്രാന്തി ഉണ്ടായിരുന്നു. തങ്ങളുടെ സാധനങ്ങളെല്ലാം തന്നെ അപ്പാർട്ട്മെൻറ്റിലാണ്, അതെടുക്കണോ വേണ്ടയോ, ഇനി തങ്ങളുടെ ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് കൂടെ ഈ തീ പടർന്ന് പിടിക്കുമോ? അങ്ങനെ ഫയർഫോഴ്സ് എത്തി വളരെ പെട്ടെന്ന് തന്നെ തീ അണച്ചു. ഏതാണ്ട് 1 മണിക്കൂർ എടുത്തു തീ പൂർണ്ണമായിട്ട് അണയ്ക്കാനായിട്ട്. ഇനി അറിയേണ്ടത് ആ അപ്പാർട്ട്മെൻറ്റിൽ ആരാണ് താമസിക്കുന്നതാണ്. അയൽവാസികൾ പറഞ്ഞു, അവിടെ ഒരു യുവാവ് മാത്രം ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു യുവാവാണ്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ആ ഒരു ഡോറ് തുറന്ന്, അത് ലോക്കായിരുന്നു, ആ ഡോറ് തുറന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ആ അപ്പാർട്ട്മെൻറ്റ് പൂർണ്ണമായിട്ട് കത്തി നശിച്ചിട്ടുണ്ടായിരുന്നു. അവിടുത്തെ എ സി, ഫ്രിഡ്ജ്, മറ്റ് സാധനങ്ങൾ, സോഫ സെറ്റ് എല്ലാം തന്നെ. ഇപ്പോൾ സോഫ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആളിപ്പടർന്ന് കത്തി പൂർണ്ണമായിട്ട് നശിച്ച് പോയ അവസ്ഥയായിരുന്നു. അടുക്കളയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ ചെന്ന് നോക്കിയാണ്. അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ കണ്ടത് ഒരു മൃതശരീരമാണ്. കത്തിക്കരിഞ്ഞ് ഒന്നും അവശേഷിക്കാത്ത അവസ്ഥയിൽ ആ യുവാവ് അവിടെ കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് പോലീസിന് എത്തും പിടിയും കിട്ടിയില്ല. ഫോറൻസിക് സംഘം എത്തി. ഓൾറെഡി അവിടെ ഫയർഫോഴ്സിൻ്റെ സംഘമുണ്ട്. പരിശോധന തുടങ്ങുകയാണ്. ഏറ്റവും ആദ്യത്തെ നിഗമനം എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം. അവിടുത്തെ എ സി, ഇപ്പോൾ എ സി നോക്കുമ്പോഴത്തേക്കും എ സി കത്തിപ്പോയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എ സി പൊട്ടിത്തെറിച്ചായിരിക്കാം ഈ ഒരു ഫയർ അവിടേക്ക് വന്നതെന്ന് പോലീസിന് തോന്നുകയാണ്. അപ്പോൾ ഈ ഫയർഫോഴ്സിൻ്റെ സംഘവും ഫോറൻസിക് സംഘവും ഒക്കെ തന്നെ ആ എ സി പരിശോധിക്കുകയാണ്. ഇതിപ്പോൾ സ്വാഭാവിക മരണമാണോ എന്നാണല്ലോ പോലീസിന് ഏറ്റവും ആദ്യം തന്നെ അറിയേണ്ടത്. അപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാക്കണം, ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട്, എങ്കിലല്ലേ ആ ഒരു എ സി പൊട്ടിത്തെറിക്കത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ സ്വിച്ച്, അതേപോലെ തന്നെ സ്വിച്ച് ബോക്സ് എല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയാണ്. പോലീസിന് ഒരു കാര്യം ഉറപ്പായി, ഈ എ സി പൊട്ടിത്തെറിച്ചല്ല അവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിഗമനമായിരുന്നു അത്. കാരണം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ആ സ്വിച്ച് ബോക്സിൽ ഏറ്റവും ടോപ്പിലായിട്ട് സ്വിച്ചിൻ്റെയോ പ്ലഗിൻ്റെയോ മുകളിലായിട്ട് വീൽ
അടയാളത്തിൽ അല്ലെങ്കിൽ വി രീതിയിൽ തീ ഇങ്ങനെ ആളിയിരിക്കും. സ്വാഭാവികമായിട്ട് എല്ലാ ഷോർട്ട് സർക്യൂട്ടിലും അങ്ങനെ ചെറുതായിട്ടെങ്കിലും തീ ആളിയിട്ടുണ്ടാവും. തീ മീൻസ് അവിടെ ഇങ്ങനെ ഒരു വി രീതിയിലായിരിക്കും ആ തീ ആളിയിരിക്കുക. അവിടെ ഒരു സ്വിച്ച് ബോർഡിലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. അതിനർത്ഥം ഷോർട്ട് സർക്യൂട്ട് അവിടെ ഉണ്ടായിട്ടില്ല. എ സി കത്തിയിട്ടുണ്ട്, പക്ഷേ എ സി പൊട്ടിത്തെറിച്ചല്ല അവിടെ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് പോലീസിന് 100% ഉറപ്പായി. പിന്നെ എങ്ങനെയാണ് അവിടെ തീ ഉണ്ടായത്? എന്തോ പൊട്ടിത്തെറിച്ചിട്ടുണ്ടല്ലോ. കിച്ചണിലേക്ക് ചെന്ന് നോക്കിയാണ്. അപ്പോൾ ഗ്യാസ് അവിടെ പൊട്ടിത്തെറിച്ച അവസ്ഥയിലാണ് കാണപ്പെട്ടത്. ഈ അടുക്കള വശത്ത് ഈ മൃതദേഹം കിടക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ട് ഗ്യാസ് സിലിണ്ടർ കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാകാമെന്ന് പോലീസിന് തോന്നുകയാണ്. പക്ഷെ അതും ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല. നേരത്തെ എ സിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ എ സിയുടെ ഷോർട്ട് സർക്യൂട്ട് അല്ല എന്ന് പോലീസിന് ഉറപ്പായി. ഇനി ഗ്യാസ് പൊട്ടിത്തെറിച്ചതിനെ കുറിച്ച് പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. എന്നാൽ ഗ്യാസും പൊട്ടിത്തെറിച്ചതല്ല എന്ന് പോലീസിന് ഉറപ്പായി. പോലീസ് അത് വ്യക്തമായിട്ട് അന്വേഷിക്കുകയും ചെയ്തു. ഈ മരിച്ചു കിടക്കുന്ന യുവാവുണ്ടല്ലോ, ആ യുവാവിൻ്റെ ശരീരത്തിൽ ആൽക്കഹോളിൻ്റെയും എണ്ണയുടെയും അംശങ്ങളുണ്ടെന്ന് പോലീസിനും ഫോറൻസിക് സംഘത്തിനും കണ്ടെത്താൻ സാധിച്ചു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ച് മരിച്ച വ്യക്തിയുടെ ശരീരത്തിലേക്ക് ഒരിക്കലും ആൽക്കഹോളോ എണ്ണയോ വരേണ്ട ആവശ്യമില്ല. മാത്രമല്ല, ആ ഗ്യാസ് കുറ്റിയുടെ കിടപ്പ് കാണുന്ന സമയത്ത് പോലീസ് 100% ഉറപ്പായി അത് സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിച്ചതല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കൊലപാതകമാകാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. അങ്ങനെയെങ്കിൽ ഈ കൊല്ലപ്പെട്ട വ്യക്തിയുടെ പേര് എന്താണ്? അത് തീർച്ചയായിട്ടും അറിയണമല്ലോ. ആ യുവാവിൻ്റെ പേര് രാംകേഷ് എന്നാണ്. രാംകേഷ് മീന. രാംകേഷിന് 32 വയസ്സാണ് പ്രായം. രാംകേഷിൻ്റെ ഡീറ്റെയിൽസ് പോലീസ് അന്വേഷിച്ചറിയുകയാണ്. രാംകേഷിൻ്റെ യഥാർത്ഥ സ്വദേശം എന്ന് പറയുന്നത് രാജസ്ഥാനാണ്. കുറച്ചു കാലമായിട്ട് അദ്ദേഹം ഡൽഹിയിലുണ്ട്. UPSC എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാംകേഷിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഒരു IAS IPS ഉദ്യോഗസ്ഥനായിട്ട് മാറുക എന്നതായിരുന്നു. കുറച്ചു കാലം ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടുതൽ സമയവും എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാംകേഷിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അയൽവാസികളോട് ചോദിച്ചറിയുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ രാംകേഷിൻ്റെ അവസ്ഥ എങ്ങനെയായിരുന്നു? നിങ്ങൾ അയാളെ നേരിട്ട് കണ്ടിരുന്നോ? ഇവിടേക്ക് ആരെങ്കിലും വന്നിരുന്നോ? നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അയൽവാസികൾ പറയുകയാണ്, ഞങ്ങൾ ഇന്നലെയും രാംകേഷിനെ കണ്ടിരുന്നു. രാംകേഷ് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നിനെയും പേടിച്ചോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുള്ളതായിട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്തില്ല. ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നല്ല യുവാവാണ്. കുറച്ചു കാലം മുന്നേ ഒരു സുഹൃത്ത് ഇവിടെ താമസിച്ചിരുന്നു. പിന്നീട് ആ സുഹൃത്തും പോവുകയുണ്ടായി. ഞങ്ങൾക്ക് ആരും തന്നെ അങ്ങനെ സംശയമൊന്നുമില്ല. രാകേഷിനെ ആർക്കും കൊലപ്പെടുത്തേണ്ട ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് അയൽവാസികൾ പറയുകയാണ്. തുടർന്ന് രാകേഷിൻ്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചല്ല രാകേഷ് മരിച്ചതെന്ന്, സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിച്ചല്ല മരിച്ചതെന്ന് പോലീസിന് എങ്ങനെ ഉറപ്പായി? ആ ഒരു ചോദ്യം അവിടെ ബാക്കിയാണ്. അതിന് ഉത്തരം ഇങ്ങനെയാണ്. സ്വാഭാവികമായിട്ട് ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ അടുക്കളയിൽ വെക്കുമ്പോഴത്തേക്കും കുക്കിംഗ് ഗ്യാസ് ആണ് അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഗ്യാസ് സിലിണ്ടർ വേറെ നമുക്ക് വെക്കാവുന്നതാണ്. ഈ വേറെ വെച്ച ഗ്യാസ് സിലിണ്ടർ അല്ല പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. കാരണം അവിടെ ഒറ്റ ഗ്യാസ് സിലിണ്ടർ മാത്രമേ ഉള്ളൂ ആ ഒരു റൂമിൽ. അതൊരു കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടറാണ്. മറ്റ് ഗ്യാസ് സിലിണ്ടർ ഒന്നും തന്നെ അവിടെ ഇല്ല. അപ്പോൾ കുക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു ഓസ് ഉണ്ടാവും. ആ ഓസ് സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റൗവിലേക്കായിരിക്കും ഘടിപ്പിച്ചിരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാംകേഷ് എന്ന് പറയുന്ന ആ വ്യക്തി, അയാളിപ്പോൾ കുക്കിംഗ് ഗ്യാസ് അല്ലെങ്കിൽ ആ ഗ്യാസിൻ്റെ ആ സിലിണ്ടർ അയാൾ അറിയാണ്ട് ഓപ്പൺ ആക്കി വെച്ചു എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ എവിടെയെങ്കിലും ഫയർ വരുന്ന സമയത്താണ് ഇത് പൊട്ടിത്തെറിക്കുക. ഓപ്പൺ ആക്കി വെച്ച് ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഗ്യാസ് സിലിണ്ടറിൽ ഒരു പ്രഷർ വന്നിട്ട് അതിൻ്റെ ഓസ് സ്വാഭാവികമായിട്ട് പൊട്ടിത്തെറിച്ച് പോകേണ്ടതാണ്. ആ ഓസ് പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും സൂചന അവിടെ കിട്ടേണ്ടതാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അങ്ങനെയല്ല. ഓസ് പൂർണ്ണമായിട്ട് മാറിക്കിടക്കുകയാണ്. അതായത് ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ആരോ ആ ഓസ് എടുത്ത് മാറ്റി അത് സ്റ്റൗവുമായിട്ട് വേർപെടുത്തി ആ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഗ്യാസ് മനഃപൂർവ്വം ഓപ്പണാക്കി വെച്ച് അല്പസമയം കഴിഞ്ഞ് അത് പൊട്ടിത്തെറിച്ചതാണെന്ന് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. ഇതായിരുന്നു ഈ കേസിലെ ഏറ്റവും വഴിത്തിരിവായിട്ടുള്ള ഒരു മൊമെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ചതാണെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ ആ ഓസ് പൊട്ടിത്തെറിക്കണം. ആ ഓസ് കത്തിയിട്ടുണ്ട്, പക്ഷെ അത് പൊട്ടിത്തെറിച്ച് പോയിട്ടില്ല. ഇതൊരു പ്ലാൻഡ് മർഡർ ആണെന്നുള്ളത് പോലീസിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. കൃത്യമായി എക്സിക്യൂട്ട് ചെയ്ത് ആരോ ചെയ്ത ഒരു കൊലപാതകം തന്നെയാണ്. പിന്നീട് ഈ രാംകേഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം പോലീസ് ഉറപ്പിച്ചു ഇതൊരു സ്വാഭാവിക മരണം അല്ല. കാരണം സ്വാഭാവിക മരണമാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായിട്ട് AC പൊട്ടിത്തെറിച്ചതാണെങ്കിലും ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് പൊട്ടിത്തെറി ഉണ്ടായതാണെങ്കിലും ഏറ്റവും ആദ്യം തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്ന സമയത്ത് അവിടെ വളരെ ബ്ലാസ്റ്റ് ഉണ്ടാകുകയും ഒരുപാട് തീയും പുകയൊക്കെ വരികയും ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി ഈ ബോംബ് പൊട്ടിത്തെറിക്കുന്ന പോലെ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചങ്ങ് പോകുമല്ലോ ചെയ്യുക. അയാൾക്ക് രക്ഷപ്പെടാൻ സാധിക്കാതെ വന്ന് അയാളുടെ ശരീരത്തിലേക്ക് തീ പിടിച്ച് ഇങ്ങനെയായിരിക്കും സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ആദ്യം തന്നെ ആ റൂമിലും ആ വീട്ടിലൊക്കെ ഒരുപാട് പുകയുണ്ടാവണം. ആ പുക ഉണ്ടാകുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഈ കൊല്ലപ്പെട്ട വ്യക്തി അയാൾ ആ പുക ശ്വസിക്കണം.
പുക ശ്വസിക്കുന്ന സമയത്ത് അയാളുടെ ഉള്ളിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് ആയിരിക്കും. കാർബൺ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് അയാളുടെ ചെസ്റ്റിൽ, പ്രത്യേകിച്ച് ശ്വാസകോശത്തിൽ അല്ലെങ്കിൽ ആ ഒരു ലങ്സിൻ്റെ ഭാഗത്ത് ഒരുപാട് കാർബൺ വന്നിട്ട് ഫോം ചെയ്യും. അയാൾക്ക് ശ്വാസം കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അയാൾ ശ്വസിച്ചിട്ടുണ്ടെങ്കിൽ കാർബൺ ആയിരിക്കും ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. പക്ഷേ രാംകേഷിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അയാളുടെ ലങ്സിലേക്ക് ഈ കാർബൺ കയറിയിട്ടേയില്ല. അതിനർത്ഥം അയാൾ ഈ ബ്ലാസ്റ്റിന് മുന്നേ തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് ശ്വാസം എടുക്കാൻ സാധിക്കത്തില്ലല്ലോ. ശ്വാസം എടുത്തില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അയാളുടെ ലങ്സിലും രക്തത്തിലൊന്നും തന്നെ ഈ കാർബണിൻ്റെ അംശം കാണില്ല. ഈ രാംകേഷിൻ്റെ ശരീരത്തിൽ, രക്തത്തിലായിക്കോട്ടെ ലങ്സിലായിക്കോട്ടെ, കാർബണിൻ്റെ അംശം തീരെ ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അയാൾ ഓൾറെഡി കൊല്ലപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇയാളെ കൊലപ്പെടുത്തിയിട്ട് ആരോ കൊണ്ടുപോയി കിച്ചണിൽ കിടത്തിയതാണ്. അയാളുടെ ശരീരത്തിൽ അതുകൊണ്ടാണ് ആൽക്കഹോളും അതേപോലെ തന്നെ എണ്ണയുടെ അംശങ്ങളെല്ലാം തന്നെ വന്നത്. അയാളുടെ ശരീരത്തിലേക്ക് തീ ആളിപ്പിടിച്ചതും ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അതിൻ്റെ തീയല്ല ഏറ്റവും ആദ്യം തന്നെ അയാളുടെ ശരീരത്തിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രാംകേഷിനെ കൊലപ്പെടുത്തിയത് ആരാണ്? അയൽവാസികളെ സ്വാഭാവികമായിട്ട് പോലീസ് അവിടെ സംശയിക്കും. പക്ഷേ എവിഡൻസ് ആണ് കൃത്യമായിട്ട് പോലീസിന് വേണ്ടത്. ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ CCTV ക്യാമറയുണ്ട്, അതിന് ഏറ്റവും താഴത്തായിട്ട്. അങ്ങനെയെങ്കിൽ ഈ CCTV ക്യാമറ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കേസിൽ നിർണായകമായിട്ടുള്ള എന്തെങ്കിലും തെളിവുകൾ പോലീസിന് ലഭ്യമാവും. അങ്ങനെ CCTV ഫൂട്ടേജ് പോലീസ് പരിശോധിച്ചു. അതുകൂടാതെ ഈ രാംകേഷിൻ്റെ ആ മൊബൈലിൻ്റെ കോൾ ഡീറ്റെയിൽസ് കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോഴത്തേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം രാംകേഷ് കൊല്ലപ്പെടുന്നത് രാത്രി തൻ്റെ 2 മണിക്ക് ശേഷമാണ്, അല്ലെങ്കിൽ 2 മണി സമയത്താണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ ആരെങ്കിലും ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ടെന്ന് പോലീസ് പരിശോധിക്കുകയാണ്. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോഴത്തേക്കും ഈ ഒക്ടോബർ 6-ാം തീയതി രാത്രി ഏതാണ്ട് 12 മണി സമയത്ത് ഒരു ലേഡി അവിടേക്ക് വരുന്നുണ്ട്. കാരണം ആ സമയത്ത് അവിടെ താമസിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് വരാം. പക്ഷെ അവർ സ്ട്രെയിറ്റായിട്ട് വരേണ്ട ആൾക്കാരാണ്. പക്ഷേ ഈ ലേഡി വന്നിരിക്കുന്നത് മുഖം പൂർണ്ണമായിട്ട് ഒരു മാസ്ക് വെച്ച് മറച്ചിട്ടാണ്. ആ ലേഡി 12 മണിക്ക് ശേഷം ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നു. അതിൻ്റെ പിന്നാലെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ 2 പുരുഷന്മാർ കൂടെ മുഖം മൂടിയ അവസ്ഥയിലേക്ക് ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്നുണ്ട്. അവർ തിരികെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകുന്നത് ഏകദേശം 2 മണി കഴിഞ്ഞിട്ട് 2:30 അടുത്തിട്ടാണ് അവർ 3 പേരും കൂടെ ഒരുമിച്ച് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. ഇവർ 3 പേര് ആ അപ്പാർട്ട്മെൻറ്റിലെ ആരുടെ റൂമിലേക്കാണ് പോയിരിക്കുന്നത്? ആ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കുന്ന എല്ലാവരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആരുടെയും വീട്ടിലേക്ക് അല്ലെങ്കിൽ ആരുടെയും റൂമിലേക്ക് അവർ വന്നിട്ടില്ല. അതിനർത്ഥം ഈ 3 പേര് വന്നിരിക്കുന്നത് രാംകേഷിൻ്റെ അടുത്തേക്ക് തന്നെയാണ്. രാംകേഷിൻ്റെ റൂമിലേക്ക് ചെല്ലുന്നതിൻ്റെ CCTV ഫുട്ടേജ് ഒന്നും തന്നെ പോലീസിന് അവൈലബിൾ അല്ല. പക്ഷേ പോലീസിന് മറ്റുള്ള ആൾക്കാരെ ചോദ്യം ചെയ്തപ്പോഴത്തേക്കും അവരുടെ മൊഴി രേഖപ്പെടുത്തിയപ്പോൾ മനസ്സിലായി ഇവർ 3 പേര് എത്തിയിരിക്കുന്നത് രാംകേഷിനെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് തന്നെയാണ്. ആ 3 പേര് ആരാണ്? ഇനി അവരെ കണ്ടെത്തിയാലും മാത്രമേ ഈ കേസിൻ്റെ അന്വേഷണം മുന്നോട്ട് പോവുകയുള്ളൂ. പോലീസ് ആ സമയത്താണ് രാംകേഷിൻ്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചത്. നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ചപ്പോഴത്തേക്കും രാംകേഷ് അവസാനമായിട്ട് കോൺടാക്ട് ചെയ്തത്, രാംകേഷിൻ്റെ ഫോണിലേക്ക് വന്നൊരു ഇൻകമിംഗ് കോൾ ഉണ്ടായിരുന്നു. ആ ഇൻകമിംഗ് കോൾ വിളിച്ചിരിക്കുന്നത് അമൃത എന്ന് പറയുന്നൊരു ലേഡിയാണ്. അമൃത ആദ്യമായിട്ടല്ല രാംകേഷിനെ വിളിക്കുന്നത്. ഇതിനു മുന്നേ ഒരുപാട് തവണ അമൃത രാംകേഷിനെ വിളിച്ചിട്ടുണ്ട്. രാംകേഷ് അമൃതയും കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ഇരുവർക്കുമിടയിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പോലീസിന് 100% ഉറപ്പായി. അപ്പോൾ അമൃതയാണ് അവസാനമായിട്ട് രാംകേഷിനെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ സമയത്ത് അമൃതയാണോ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നിരിക്കുന്നത്? കാരണം അപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു, ഈ അമൃത രാംകേഷിന് സുഹൃത്താണ്, ഞങ്ങൾക്ക് അറിയാം. അമൃത കുറച്ചു കാലം ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ അമൃതയ്ക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, രാത്രിയെ ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരാം. അപ്പോൾ അമൃത വന്നിട്ടുണ്ടെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അമൃതയുടെ നമ്പറിൻ്റെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിക്കുകയാണ്. ഈ ഒക്ടോബർ 6-ാം തീയതി രാത്രി സമയത്ത് 12 മണിക്ക് ശേഷം അമൃതയുടെ ടവർ ലൊക്കേഷൻ എവിടെയാണ്? കാരണം CCTV ഫുട്ടേജിനകത്ത് ഒരു ലേഡി വന്നിട്ടുണ്ട്. പക്ഷേ അത് അമൃതയാണെന്ന് പോലീസിന് 100% ഉറപ്പിക്കാനൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് അമൃതയുടെ ടവർ ലൊക്കേഷൻ പോലീസ് പരിശോധിച്ചത്. അങ്ങനെ നോക്കിയപ്പോൾ കൃത്യമായിട്ട് ടവർ ലൊക്കേഷൻ കാണിക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റ് കേന്ദ്രീകരിച്ചാണ്. ഏതാണ്ട് 2:30-ക്ക് ശേഷം അമൃതയുടെ ഫോൺ അല്ലെങ്കിൽ ആ ഒരു ഫോണിൽ ലൊക്കേഷൻ കാണിക്കുന്നത് ആ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറിയിട്ടാണ്. കൃത്യമായിട്ടും ആ CCTV ഫുട്ടേജിൽ കണ്ട അതേ സമയത്ത് അമൃത ഈ അപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്നുവെന്ന് പോലീസിന് ഉറപ്പായി. അതായത് രാംകേഷിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത് അമൃതയാണെന്ന് ആ CCTV ഫുട്ടേജിൽ നിന്ന് പോലീസിന് മനസ്സിലായി. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ ഈ അമൃതയെ കേന്ദ്രീകരിച്ച് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അമൃതയ്ക്ക് വെറും 21 വയസ്സാണ് പ്രായം. അവളൊരു ഫോറൻസിക് സ്റ്റുഡൻ്റാണ്. പോലീസിന് മനസ്സിലായി ഈ ഫോറൻസിക് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു ക്രൈം ചെയ്യുമ്പോഴത്തേക്കും അവിടെ എന്തൊക്കെ എവിഡൻസ് വരും, എന്തൊക്കെ എവിഡൻസ് നശിപ്പിച്ച് കളയണം എന്നതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടാവും. അതുകൊണ്ടായിരിക്കാം പ്ലാൻ ചെയ്ത ഒരു മർഡറായിട്ട്
ഇത് മാറുകയും ചെയ്തത്. അങ്ങനെ അമൃതയെ കേന്ദ്രീകരിച്ച പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കുകയാണ്. അമൃത അവളുടെ വീട്ടിലുണ്ടായിരുന്നില്ല, കൂട്ടുകാരുടെ അടുത്തും ഉണ്ടായിരുന്നില്ല. അമൃത വീട്ടിൽ നിന്ന് കുറച്ചു കാലമായിട്ട് മാറി നിൽക്കുകയാണ്. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്ന സമയത്ത് അമൃതയുടെ മൊബൈൽ ഫോൺ ഇടയ്ക്കൊന്ന് സ്വിച്ച് ഓൺ ആയി. അതിൻ്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് പോലീസ് അമൃതയെ വേഗം തന്നെ കണ്ടെത്തി. അമൃതയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. അമൃത ഏറ്റവും ആദ്യം പറഞ്ഞത് തനിക്കൊന്നും തന്നെ അറിയില്ല, താൻ ആ സമയത്ത് വേറൊരു സ്ഥലത്തായിരുന്നു, അതായത് ഒക്ടോബർ 6 രാത്രി സമയത്ത് താൻ വേറൊരു സ്ഥലത്തായിരുന്നു എന്നൊക്കെ കള്ളത്തരം പറയുകയാണ്. പക്ഷേ പോലീസിന് കൃത്യമായിട്ടുള്ള CCTV ഫുട്ടേജ് ഉണ്ട്. അതുമാത്രമല്ല അമൃതയുടെ മൊബൈലിൻ്റെ ടവർ ലൊക്കേഷൻ ഉണ്ട്. അത് അമൃതയെ കൊടുക്കുന്ന തെളിവായിട്ട് മാറുകയും ചെയ്തു. പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൻ്റെ രീതി മാറിയപ്പോഴത്തേക്കും അമൃത സത്യങ്ങൾ എല്ലാം തന്നെ പറയുകയും ചെയ്തു. താൻ തന്നെയാണ് രാംകേഷിനെ കൊലപ്പെടുത്തിയത്. താൻ ഒറ്റയ്ക്കല്ല, 2 സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇനി പോലീസ് അറിയേണ്ടത് എന്തിന് അമൃത ഈ കൊലപാതകം ചെയ്യണം, എന്തിന് രാംകേഷിനെ കൊലപ്പെടുത്തണം, എങ്ങനെയാണ് ഈ കൊലപാതകം ചെയ്തത്, അമൃതയുടെ കൂടെ ഉണ്ടായിരുന്ന ആ 2 സുഹൃത്തുക്കൾ ആരൊക്കെയാണ്. ആ 2 സുഹൃത്തുക്കളുടെ പേര്, ഒന്ന് സന്ദീപ്, മറ്റൊന്ന് സുമിത്ത്. 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. അങ്ങനെ 3 പേരെയും പോലീസ് ഒരുമിച്ചിരുത്തിയും വ്യത്യസ്തമായിട്ട് രീതിയൊക്കെ ചോദ്യം ചെയ്യുക. ആ ചോദ്യം ചെയ്യലിൽ പോലീസിന് കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ എല്ലാം തന്നെ കിട്ടുകയുണ്ടായി. ഈ ഒക്ടോബർ 6 ആണല്ലോ ഈ ഒരു കൊലപാതകം നടക്കുന്നത്. അതിന് കുറച്ച് മാസങ്ങൾക്ക് മുന്നെയാണ് ഈ രാംകേഷ് അമൃതയെ ഏറ്റവും ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയ് മാസമാണ് പരിചയപ്പെടുന്നതെന്ന് പറയാം. അന്ന് രാംകേഷ് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം അയാൾ UPSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരു ജോലി അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് ഒരു പ്രൈവറ്റ് കമ്പനിയിലേക്ക് അയാൾ ഇൻ്റർവ്യൂവിന് പോകുന്നത്. ഈ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് ആ സെയിം ഇൻ്റർവ്യൂവിന് അമൃത എന്ന് പറയുന്ന ഈ പെൺകുട്ടിയും പങ്കെടുക്കാനായിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 2 പേരും ഇൻ്റർവ്യൂ ഒക്കെ പങ്കെടുത്തു. പക്ഷേ ആ ഇൻ്റർവ്യൂവിന് പങ്കെടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് രാംകേഷിന് അമൃതയെ കണ്ട സമയത്ത് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്, സൗഹൃദം തോന്നുകയാണ്. സൗഹൃദമല്ല, പ്രണയമാണ് തോന്നിയത്. അങ്ങനെ അമൃതയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി. ആ ഇൻ്റർവ്യൂ നടന്ന ആ ഒരു ദിവസം തന്നെ 2 പേർക്കും ഇടയിൽ ഒരു സൗഹൃദം ഉണ്ടായി. അപ്പോൾ രാംകേഷിൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് അമൃതയെ പ്രപ്പോസ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെ അമൃതയെ പ്രപ്പോസ് ചെയ്യുകയാണ്. അമൃതയ്ക്ക് തിരിച്ചും രാംകേഷിനെ ഇഷ്ടമായി. ഏറ്റവും ആദ്യം 2 പേർക്കും ഇടയിൽ ഒരു സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷെ പിന്നീട് ആ സൗഹൃദം വളർന്ന് ഒരു കൂടിപ്പോയി ഒരു മാസം കൊണ്ട് തന്നെ ആ സൗഹൃദം വളർന്ന ഒരു പ്രണയത്തിലേക്ക് മാറുകയും ചെയ്തു. 2 പേരും കോൺടാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി, ഡേറ്റിങ്ങിന് വേണ്ടി പുറത്തേക്ക് പോകാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ പതിയെ ഒരുമിച്ച് താമസിക്കാവുന്ന രീതിയിലേക്ക് 2 പേരും കൂടെ എത്തുകയാണ്. 1 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ അമൃത രാമകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് എത്തുകയും അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മാസങ്ങൾ കടന്നുപോയി. ഏതാണ്ട് 4 മാസത്തോളം 2 പേരും ഒരുമിച്ച് താമസിച്ചു എന്ന് പറയേണ്ടി വരും. അതായത് മെയ്യിൽ പരിചയപ്പെടുന്ന ഒരു ജൂൺ മാസം ആകുമ്പോഴത്തേക്ക് ഒരുമിച്ച് താമസിക്കാൻ വേണ്ടി തുടങ്ങും. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിൽ അവർ ഒരുമിച്ച് താമസിക്കുകയാണ്. ഏതാണ്ട് സെപ്റ്റംബർ മാസം എത്തിയപ്പോഴത്തേക്കും, അപ്പോൾ അത്രയും നാളും ഒരുമിച്ച് താമസിച്ചിരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് അമൃതയ്ക്ക് രാംകേഷിനോട് ഒരു ബുദ്ധിമുട്ട് തോന്നിക്കുകയാണ്. ഇനി ഒരുമിച്ച് താമസിക്കാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. അപ്പോൾ രാംകേഷിന് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ഇനി ഒറ്റയ്ക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അതിൻ്റെ റീസൺ എന്താണെന്ന് രാംകേഷ് ഒരുപാട് തവണ ചോദിച്ചു. പക്ഷേ അമൃത കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ ഒന്നും തന്നെ പറഞ്ഞില്ല. ഇനി നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല, അതുകൊണ്ട് ഈ ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാമെന്ന് പറയുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അമൃത രാംകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പോൾ രാംകേഷിന് ഇത് സഹിക്കാനായിട്ട് സാധിച്ചില്ല. അമൃത എന്തുകൊണ്ട് തന്നെ വേണ്ട എന്ന് വെച്ചു. അതിനുള്ള ഉത്തരം അവൻ തേടുകയാണ്. പക്ഷേ അവൻ ഉത്തരം കിട്ടിയതുമില്ല. അമൃത കൃത്യമായിട്ട് ഉത്തരം പറയുന്നില്ല. രാംകേഷ് ഒരുപാട് തവണ ഫോൺ വിളിച്ച് നോക്കി, എടുക്കുന്നില്ല. വാട്സപ്പിലൊക്കെ ബ്ലോക്ക് ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായി. വേറെ നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു, പക്ഷേ ഒരു രക്ഷയില്ല. അമൃത ഒരു രീതിയിലും രാംകേഷുമായിട്ട് അടുപ്പം വെക്കുന്നേ ഇല്ല. അങ്ങനെ രാംകേഷ് അമൃത അന്വേഷിച്ച് പോവുകയാണ്. സുഹൃത്തുക്കളുടെ അന്വേഷിച്ചു, വീട്ടുകാരുടെ അന്വേഷിച്ചു. അങ്ങനെയാണ് വീട്ടുകാർ ഒരു കാര്യം പറയുന്നത്. രാംകേഷ് ആ സത്യം ആദ്യമായിട്ട് അപ്പോഴാണ് തിരിച്ചറിയുന്നത് തന്നെ. ഏതാണ്ട് 1.5 വർഷം മുന്നെയാണ് അമൃത വീട്ടുകാരിൽ നിന്ന് വേർപിരിഞ്ഞത്. അതായത് വീട്ടുകാരുടെ അടുത്ത് നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇറങ്ങിപ്പോയത് വേറൊന്നും കൊണ്ടല്ല, അന്ന് അമൃതയ്ക്ക് ഒരു അഫെയർ ഉണ്ടായിരുന്നു. ഒരു യുവാവുമായിട്ട് പ്രണയമുണ്ടായിരുന്നു. ആ യുവാവിൻ്റെ കൂടെ അമൃത ഇറങ്ങിപ്പോവുകയായിരുന്നു. വീട്ടുകാർ ആ ബന്ധത്തെ അനുകൂലിച്ചില്ല. അതുകൊണ്ടാണ് വീട്ടുകാരെ ഉപേക്ഷിച്ച് ആ ഒരു യുവാവിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. അവൻ്റെ പേര് സുമിത്ത് എന്നാണ്. ഈ സുമിത്തുമായിട്ടുള്ള ബന്ധം എന്തുകൊണ്ട് വീട്ടുകാർ അംഗീകരിച്ചില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സുമിത്തിന് വേറൊരു ഭാര്യയും കുട്ടിയും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീട്ടുകാർക്ക് എതിർപ്പ്. വീട്ടുകാരെ അവഗണിച്ചുകൊണ്ടാണ് സുമിത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. സുമിത്ത് ഒരു ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. സുമിത്ത് ഏറ്റവും ആദ്യം തന്നെ അമൃതയായിട്ടുള്ള ആ ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി. കാരണം ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ടല്ലോ. അങ്ങനെ ആ ഭാര്യയും കുഞ്ഞും സുമിത്തിനെ ഉപേക്ഷിച്ച് പോവുകയായിരുന്നു. പിന്നീട് ഈ സുമിത്തും അമൃതയും കൂടെ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി തുടങ്ങി. 2 പേരും കൂടെ ലിവിങ് ടുഗദർ ആരംഭിക്കുകയാണ്. അങ്ങനെ കുറേ കാലം അവർ ഒരുമിച്ച് ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഈ സത്യങ്ങളെല്ലാം തന്നെ രാംകേഷ് അറിയുന്നത് അന്ന് വീട്ടുകാരിൽ നിന്നാണ്. അത് വലിയ ഷോക്കായിട്ട് മാറുകയും ചെയ്തു. കാരണം രാംകേഷിനെ പറ്റിച്ചാണ് അമൃത രാംകേഷിൻ്റെ കൂടെ കുറച്ചു കാലം താമസിച്ചിരുന്നത്.
പിന്നീട് എങ്ങനെ രാംകേഷിനെ പരിചയപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സുമിത്തുമായിട്ട് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ സമയത്ത് ഇവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായ സമയത്ത് എന്തെങ്കിലും ഒരു ജോലി അമൃതയ്ക്ക് അത്യാവശ്യമായിരുന്നു. അങ്ങനെയാണ് അമൃത ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്താണ് രാംകേഷിനെ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അമൃതയ്ക്ക് സുമിത്തിനോടൊരു ഒരു അടുപ്പക്കുറവ് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം സുമിത്തിന് പറയത്തക്ക സാമ്പത്തികവും ഇല്ല, നല്ലൊരു ജോലിയൊന്നുമില്ല, ഗ്യാസ് ഏജൻസിയിൽ ജസ്റ്റ് വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ രാംകേഷുമായിട്ട് അടുപ്പത്തിലാവുന്നു. പിന്നീട് രാംകേഷിൻ്റെ കൂടെ താമസിക്കാനായിട്ട് തുടങ്ങിയാണ്. അപ്പോൾ ഈ സുമിത്തിനെ അമൃത ഉപേക്ഷിച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സുമിത്ത് ഒറ്റയ്ക്ക് പിന്നീട് താമസിക്കുകയായിരുന്നു. അപ്പോൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പിന്നീട് മുന്നോട്ട് പോവുകയും ചെയ്തു. ഈ രാംകേഷുമായിട്ടുള്ള ബന്ധം തുടരുന്ന സമയത്താണ് അമൃത വീണ്ടും സുമിത്തിനെ കാണുന്നത്. അങ്ങനെ സുമിത്തുമായിട്ട് വീണ്ടും ഒരു സൗഹൃദം ഉണ്ടാകുന്നു. വീണ്ടും ആ ഒരു പഴയ പ്രണയം ആരംഭിക്കുകയാണ്. അപ്പോൾ ഓൾറെഡി സുമിത്തിനെ പറ്റിച്ച് രാമകേഷിൻ്റെ അടുത്തേക്ക് പോകുന്നു. പിന്നീട് രാമകേഷിൻ്റെ അടുത്ത് നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴത്തേക്കും രാമകേഷിൻ്റെ അടുത്ത് നിന്ന് സുമിത്തിലേക്ക് തന്നെ തിരിച്ച് വരികയും ചെയ്യുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പറയത്തക്ക വലിയ റീസണൊന്നുമില്ല. സുമിത്തിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അമൃത എന്ത് ചെയ്തു? രാമകേഷിനെ പറ്റിച്ചു. അല്ലെങ്കിൽ രാമകേഷിൻ്റെ അടുത്തൊരു ഗുഡ് ബൈ പറഞ്ഞിട്ട് നേരെ ബന്ധം ഉപേക്ഷിച്ച് സുമിത്തിൻ്റെ അടുത്തേക്ക് വരികയാണ്. അങ്ങനെ ഈ സുമിത്തും അമൃതയും കൂടെ താമസിക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക്, ആ ഒരു വീട്ടിലേക്ക് രാമകേഷ് വരികയാണ്. അമൃതയെ തിരിച്ചു പിടിച്ചു. പക്ഷെ അമൃതയ്ക്ക് വരാൻ സാധിക്കില്ല എന്ന് പറയുകയാണ്. രാമകേഷിൻ്റെ സ്വഭാവം കൊണ്ടാണ് താൻ ഇറങ്ങിപ്പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഇനി നിന്നിലേക്ക് ഞാൻ തിരിച്ചു വരില്ല, ദേവതി തന്നെ ശല്യപ്പെടുത്തുന്നതൊക്കെയാണ് അമൃത ആവശ്യപ്പെട്ടത്. പക്ഷേ രാമകേഷ് അതിന് തയ്യാറായില്ല. രാമകേഷ് വീണ്ടും അമൃതയെ വിളിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ അമൃത വരാനായിട്ട് കൂട്ടിയില്ല. അമൃതയ്ക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ്. പക്ഷെ രാമകേഷിന് എന്ത് വില കൊടുത്തും അമൃതയെ തിരിച്ച് കിട്ടണം എന്നൊരു വാശി മാത്രമാണ് മനസ്സിൽ ഉണ്ടായിരുന്നത്. ആ വാശി പിന്നീട് അവസാനിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ രാമകേഷ് അമൃതയുടെ മുന്നിലേക്ക് എത്തിയിട്ട് ഒരു കാര്യം പറയുകയുണ്ടായി. നമ്മൾ ഒരുമിച്ചുള്ള ഒരുപാട് വീഡിയോസ്, കിടപ്പറ ദൃശ്യങ്ങൾ എൻ്റെ കയ്യിലുണ്ട്. ആ ദൃശ്യങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് എത്തിക്കും. ഈ ദൃശ്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അമൃതയ്ക്ക് അറിയാമായിരുന്നു. കാരണം രണ്ടുപേരും ഏതാണ്ട് 4 മാസം ഒരുമിച്ച് താമസിച്ച സമയത്ത് ഇരുവർക്കും മുന്നിലുള്ള ലൈംഗിക ബന്ധങ്ങൾ അത് ഈ രാമകേഷ് മൊബൈലിൽ പകർത്തിയിട്ടുണ്ടായിരുന്നു. അത് അമൃതയുടെ സമ്മതത്തിലൂടെ തന്നെയാണ് പകർത്തിയിരുന്നത്. ഫോഴ്സ്ഫുള്ളി പകർത്തിയൊന്നുമല്ല. അമൃതയ്ക്കും അത് അറിയാമായിരുന്നു പകർത്തിയ കാര്യങ്ങൾ. അപ്പോൾ രണ്ടുപേരും ആ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയ സമയത്ത് അവർ രണ്ടുപേരും ഓക്കെ ആയിരുന്നു. പക്ഷേ ഈ ബന്ധം ബ്രേക്കപ്പ് ആയ സമയത്ത് അമൃത അതിനെക്കുറിച്ച് ആലോചിച്ചില്ല. അല്ലെങ്കിൽ രാമകേഷ് ഭീഷണിപ്പെടുത്തുമെന്നും അമൃത ചിന്തിച്ചില്ല. ഈ രാമകേഷ് എന്തെന്ന് അറിയാമോ? വാട്സപ്പിൽ ആ വീഡിയോ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും, ഈ ദൃശ്യങ്ങൾ, ഇതിൻ്റെ ഫുൾ ദൃശ്യങ്ങൾ എൻ്റെ അടുത്തുണ്ട്, ഇതിൻ്റെ ഒരു കോപ്പി എൻ്റെ ഹാർഡ് ഡിസ്കിലും ഉണ്ട്, ഞാനത് ഇൻ്റർനെറ്റിൽ മൊത്തം പ്രചരിപ്പിക്കും, നിന്നെ നാട്ടിക്കും എന്നൊക്കെ പറയുകയാണ്. നീ എത്രയും പെട്ടെന്ന് എൻ്റെ കൂടെ തിരിച്ചു വരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഭീഷണി എല്ലാം തന്നെ രാമകേഷ് മുഴക്കുന്നത്. അമൃതയ്ക്ക് ആ സമയത്ത് സുമിത്തിനോട് ഈ കാര്യം പറയാൻ പേടിയായിരുന്നു. അങ്ങനെ സുമിത്ത് അറിയാണ്ട് രാമകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുകയും അത് ഡിലീറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. കാരണം രാമകേഷ് പറഞ്ഞത്, ഞാനത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നീ എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരണം എന്നാണ്. അങ്ങനെയാണ് അമൃത വീണ്ടും രാമകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് ചെല്ലുന്നത്. പക്ഷെ അപ്പാർട്ട്മെൻറ്റിൽ ചെന്നതും രാമകേഷ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ ഒരു ലൈംഗിക ബന്ധം വേണം, സെക്സ് വേണം എന്നുള്ളതാണ്. മനസ്സോടെ അമൃത അതിന് തയ്യാറായി. കാരണം അമൃതയ്ക്ക് വേറെ വഴിയില്ല. കാരണം അത് എങ്ങനെയെങ്കിലും ഡിലീറ്റ് ചെയ്തേ മതിയാവുകയുള്ളൂ. അമൃത പറയുന്നുണ്ട്, നീ കാണിക്കുന്നൊട്ടും ശരിയല്ല, കാരണം ഫോഴ്സ്ഫുള്ളി ഇത് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമല്ല, എനിക്ക് നിൻ്റെ കൂടെ ഇനി താമസിക്കാൻ പറ്റില്ല, നിൻ്റെ സ്വഭാവം കാരണമാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ രാമകേഷ് അതിന് സമ്മതിച്ചില്ല. രാമകേഷ് ഒരു ഫോഴ്സ്ഫുള്ളി ആയിട്ടുള്ളൊരു സെക്സിന് വേണ്ടി അമൃതയെ നിർബന്ധിക്കുകയാണ്. അവനത് സാധിച്ചെടുക്കുകയും ചെയ്തു. ഈ ഫോണിൽ നിന്ന് ഈ ഒരു വീഡിയോസ് എല്ലാം തന്നെ ഡിലീറ്റ് ചെയ്തു. പക്ഷേ ഹാർഡ് ഡിസ്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് അവൻ പറയുകയാണ്. കാരണം അവൻ പറയുന്നത്, നീ ഇനി സുമിത്തിനെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ തന്നെ സ്ഥിരമായിട്ട് താമസിക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. പക്ഷെ അമൃത അതിന് തയ്യാറായില്ല. താൻ തിരിച്ചു പോകുമെന്ന് അമൃത പറയുകയാണ്. അപ്പോൾ രാമകേഷിന് വീണ്ടും ദേഷ്യം കൂടുകയാണ്. അവൻ വീണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒന്നല്ല, പലതവണ, പല ദിവസങ്ങളായിട്ട്. അങ്ങനെ അമൃതയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. രാമകേഷ് ജീവിച്ചിരിക്കുമ്പോഴത്തേക്കും തൻ്റെ ഈ ഫൂട്ടേജ് പുറത്തു വിടുമെന്ന് പറഞ്ഞാൽ ഭീഷണി കേട്ടോണ്ടേയിരിക്കേണ്ടി വരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവനെ ഇല്ലാതാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഹാർഡ് ഡിസ്കിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യിക്കണം, മൊബൈലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ തനിക്കൊരു രക്ഷ നേടാൻ സാധിക്കത്തുള്ളൂ. ഒരുപാട് തവണ അമൃത യാചിച്ചു നോക്കി. പക്ഷെ രാമകേഷ് സമ്മതിച്ചില്ല. ഒടുവിൽ അമൃത തീരുമാനിച്ചു രാമകേഷിനെ കൊലപ്പെടുത്താം. ഈ കാര്യങ്ങൾ എല്ലാം തന്നെ അമൃത സുമിത്തിനോട് പറയുകയാണ്. സുമിത്തിന് മനസ്സിലായി, തങ്ങൾക്ക് ഒരുമിച്ച് താമസിക്കണമെന്നുണ്ടെങ്കിൽ രാമകേഷ് ഒരു ഭീഷണിയാണ്. ആ വീഡിയോ പുറത്ത് വന്നു കഴിഞ്ഞാൽ അതിലൊരുപാട് നാറ്റക്കേസ് ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ സുമിത്ത് തൻ്റെ സുഹൃത്തിൻ്റെ സഹായം തേടുകയാണ്. ആ സുഹൃത്തിൻ്റെ പേരാണ് സന്ദീപ്. ഇങ്ങനെ 3 പേരും കൂടെ ഒരു പ്ലാൻ തയ്യാറാക്കിയാണ്. ഓൾറെഡി സന്ദീപ് ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ അമൃത ആയിക്കോട്ടെ ഒരു ഫോറൻസിക് സ്റ്റുഡൻ്റ് ആണ്. ഏകദേശം ഐഡിയ ഇവർക്കുണ്ട്. ഒരു ക്രൈം എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ഇവർ ഡെവലപ്പ് ചെയ്യുകയാണ്, ഇവരുടെ പരിമിതമായിട്ടുള്ള അറിവ് വെച്ചിട്ട്. അപ്പോൾ ഒരിക്കലും പോലീസ് തങ്ങളിലേക്ക് വരരുത് എന്തായിരുന്നു ഇവരുടെ ഇനിഷ്യൽ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ രാമകേഷിനെ കൊലപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സ്വാഭാവിക മരണമായിട്ട് മാറണം. അപ്പോൾ ഗ്യാസ് പൊട്ടിത്തെറിച്ചുള്ളൊരു മരണമാക്കി മാറ്റാമെന്ന് ഇവർ തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ്. അങ്ങനെ ആ തീരുമാനം പ്രകാരം ഒക്ടോബർ 6 ഈ രാമകേഷിൻ്റെ ഫോണിലേക്ക്
അമൃത വിളിക്കുകയാണ്. നമുക്കിനിയും ഒരുമിച്ച് താമസിക്കാം, ഞാൻ രാത്രി ആകുമ്പോഴത്തേക്കും നിൻ്റെ വീട്ടിലേക്ക് വന്നോളാമെന്ന് പറയുകയാണ്, അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നോളാമെന്ന് പറയുകയാണ്. അങ്ങനെ രാംകേഷ് അപ്പാർട്ട്മെൻറ്റിലുണ്ടായിരുന്നു. ഏതാണ്ട് 12 മണിയായപ്പോഴത്തേക്കും രാംകേഷിൻ്റെ അടുത്തേക്ക് അമൃത വരികയാണ്. അപ്പോൾ അമൃത വന്നതിന് തൊട്ട് പിന്നാലെ CCTV ഫുട്ടേജിനകത്ത് കണ്ട പോലെ സന്ദീപ് വരുന്നുണ്ട്, ഈ സുമിത്ത് വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ അമൃത ഒറ്റയ്ക്ക് രാംകേഷിൻ്റെ റൂമിലേക്ക് അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ രാംകേഷിന് സന്തോഷമായി, അമൃത തിരിച്ചു വന്നല്ലോ, നമുക്ക് ഒരുമിച്ച് താമസിക്കാമെന്ന് പറയുകയാണ്. വീണ്ടും പതിവ് പോലെ തന്നെ രാംകേഷിൻ്റെ ഏറ്റവും വലിയ നീടെന്ന് പറയുന്നത് സെക്സാണ്. ആ സെക്സിന് വേണ്ടിയിട്ട് അവൻ ആവശ്യപ്പെടുകയാണ്. അപ്പോൾ അന്ന് അമൃത പറഞ്ഞതാ, നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നിൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ഈ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫാൻറ്റസി പോലെ ചെയ്യാമെന്ന് പറയുകയാണ്. അത് കേട്ടപ്പോഴത്തേക്ക് രാംകേഷിന് ഒരുപാട് സന്തോഷമായി. കാരണം അങ്ങനെ ചെയ്യണമെന്ന് രാംകേഷും ആഗ്രഹിച്ചിട്ടുണ്ടായേക്കാം. അപ്പോൾ ഒരു ഫാൻറ്റസി ആണല്ലോ. അപ്പോൾ ആ രീതിയിലൊരു ലൈംഗിക ബന്ധത്തിന് വേണ്ടിയിട്ട് അവൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അമൃതയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചിന്തയെന്ന് പറയുന്നത്, ഇവനെങ്ങനെയെങ്കിലും കൈയും കാലും കെട്ടിയിടുക, ഇവരുടെ പണിയെ എളുപ്പത്തിലാക്കുക എന്ന് മാത്രമായിരുന്നു. അങ്ങനെ അവൻ്റെ കൈയും കാലും കട്ടിലിൽ ജനാലയോട് ചേർത്ത് കെട്ടിയിടുകയാണ്. എന്നിട്ട് കെട്ടിയിട്ടിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ സുമിത്തിനെ കോൺടാക്ട് ചെയ്യുകയാണ്, റൂമിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെടുകയാണ്. ഓൾറെഡി സുമിത്തും സന്ദീപും കൂടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ സുമിത്തും സന്ദീപും കൂടെ പുറകെ കയറി ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക്, രാംകേഷിൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ്. രാംകേഷ് ഇവർ രണ്ടുപേരെയും കൂടെ കണ്ടപ്പോഴത്തേക്കും പേടിച്ചു പോയി. രാംകേഷിന് മനസ്സിലായി തനിക്കിട്ടുള്ള പണിയാണ്. അങ്ങനെ രാംകേഷ് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് ശ്രമിച്ചു. പക്ഷേ വായിൽ തുണി തിരികെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇവർ 3 പേരും കൂടെ ഹാർഡ് ഡിസ്ക് എവിടെയെന്ന് ചോദിച്ചു. രാംകേഷ് മറുപടി പറഞ്ഞില്ല. ആ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് അവൻ പറഞ്ഞതേയില്ല. ഇവൻ്റെ മൊബൈലെടുത്ത് നശിപ്പിച്ചു കളഞ്ഞു. അവർ നശിപ്പിച്ചു. ഇവർ 3 പേരും കൂടെ ആ മൊബൈൽ പൊട്ടിത്തെറിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു. ആ മൊബൈലിനകത്ത് മാത്രമല്ലല്ലോ, ഹാർഡ് ഡിസ്കിനകത്തുണ്ടല്ലോ. അങ്ങനെ കമ്പ്യൂട്ടർ തപ്പിയെടുത്തു. ഇവിടെ നോക്കിയിട്ട് ഹാർഡ് ഡിസ്ക് കണ്ടില്ല. ആ കമ്പ്യൂട്ടർ ഉൾപ്പെടെ അവർ നശിപ്പിച്ചു. ഇവർ ചോദിക്കുന്നത് ആ ഹാർഡ് ഡിസ്ക് എവിടെയെന്നാണ്. ഒരുപക്ഷെ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, അത് നശിപ്പിച്ചിരുന്നെങ്കിൽ ഇവർ വെറുതെ വിട്ടേനെ, രാംകേഷിനെ വെറുതെ വിട്ടേനെ എന്നാണ് ഇവർ പോലീസിനോട് പറഞ്ഞിരുന്നത്. ഇവൻ പറഞ്ഞില്ല, ദേഷ്യമായപ്പോഴത്തേക്കും ഈ സന്ദീപും സുമിത്തും കൂടെ രാംകേഷിനെ ഇടിക്കാൻ തുടങ്ങി. ഒരുപാട് ഇടിച്ച് തല്ലിച്ചതച്ച് ദേഷ്യം കൂടി ഇവർക്ക്. അവൻ മറുപടി പറഞ്ഞതേയില്ല. ആ ഹാർഡ് ഡിസ്ക് എവിടെയാണെന്ന് മാത്രം പറഞ്ഞില്ല. ഒടുവിൽ കഴുത്ത് ഞെരിച്ച് രാംകേഷിനെ കൊലപ്പെടുത്തി. ഈ കൊലപാതക ശേഷം ഇവർ നേരത്തെ പ്ലാൻ ചെയ്തതുപോലെ ഇതൊരു സ്വാഭാവിക മരണമാക്കി മാറ്റണം. ഇവരുടെ പ്ലാൻ എന്ന് പറയുന്നത്, ഓൾറെഡി ഈ സുമിത്ത് ഗ്യാസ് ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഒരു ഗ്യാസ് ലീക്കായി കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞത് പൊട്ടിത്തെറിക്കുമെന്ന് ഇവന് നന്നായിട്ട് അറിയാമായിരുന്നു. അങ്ങനെ ഇവരെന്ത് ചെയ്യുന്നറിയോ, ഈ രാംകേഷിൻ്റെ മൃതശരീരം എടുത്തിട്ടുണ്ടല്ലോ, ഇവർ കിച്ചണിൽ കൊണ്ടുപോയിട്ട് കിടത്തുകയാണ്. കിച്ചണിൽ കൊണ്ട് കിടത്തിയിട്ട് ഇവൻ്റെ ശരീരത്തിൽ ആൽക്കഹോളും എണ്ണയും നെയ്യും എല്ലാം ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ട് ആ ഗ്യാസ് സിലിണ്ടർ ഉണ്ടല്ലോ, ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ ആ ഒരു ഓസ് എടുത്ത് പൈപ്പ് എടുത്ത് മാറ്റിയിട്ട് അതവർ ലീക്ക് ചെയ്യുകയാണ്. അത് ലീക്ക് ചെയ്ത് അവിടെ ഓണാക്കി വെച്ചു. എന്നിട്ട് ഇവൻ്റെ ശരീരത്തിൽ, ഈ രാംകേഷിൻ്റെ ശരീരത്തിൽ തീ കൊടുത്തിട്ട് അവരങ്ങ് അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എസ്കേപ്പ് അടിച്ച് പോവുകയാണ്. അപ്പോൾ ഈ തീ കുറച്ച് സമയം കത്തി ആ ഗ്യാസ് ലീക്കാകുന്നൊരു സമയം കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ഗ്യാസ് പൊട്ടിത്തെറിക്കും. അങ്ങനെയാണ് ഈ ഒരു ബ്ലാസ്റ്റ് അവിടെ ഉണ്ടാകുന്നതും ആൾക്കാരെല്ലാവരും തന്നെ അവിടെ ഓടിക്കൂടുകയും ചെയ്യുന്നത്. ഈ ഒരു ക്രൈം അവർ വളരെ വ്യക്തമായിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്തു. പക്ഷേ ഇതിനകത്ത് അവർക്ക് സംഭവിച്ച കാര്യം, ഒരു ഗ്യാസ് സിലിണ്ടർ. ഇവിടെ ഈ പോലീസുകാർ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് അവരുടെ ഏറ്റവും വലിയ ബുദ്ധി എന്ന് പറയുന്നത്, ഈ ഗ്യാസ് സിലിണ്ടർ അവിടെ കണ്ട സമയത്ത് അവരുടെ ബുദ്ധിയാണ്, ആ ഗ്യാസ് സിലിണ്ടറിൽ തീർച്ചയായിട്ടും വീട്ടിലാകുമ്പോഴത്തേക്കും അതിൻ്റെ ഓസ് ഉണ്ടാവും, പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പ് മാറിക്കിടന്നത് അസ്വാഭാവികമായിട്ട് അവർക്ക് തോന്നി. ഇനി എ സി ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ആ സ്വിച്ച് ബോർഡിൻ്റെ മുകളിലായിട്ട് ഒരു വി രീതിയിൽ ഒരു ഒരു ഇങ്ങനെയൊരു ചിഹ്നം പോലെ കാണും എന്നവർക്ക്, എന്നാലും മാത്രമേ അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായെന്ന് ഉറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ എന്ന് അവർക്ക് തോന്നി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് അവൻ്റെ ലെങ്സിനകത്ത്, ഈ രാംകേഷിൻ്റെ ലെങ്സിനകത്ത് കാർബണിൻ്റെ അംശമില്ലാത്തത് കൊലപാതകം നേരത്തെ നടത്തിയെന്ന് അവർ ഉറപ്പിക്കുകയും ചെയ്തു. പോലീസിൻ്റെ കുർമ്മബുദ്ധി തന്നെയാണ് ഈ കേസ് ഇത്രയും പെട്ടെന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുകയും ചെയ്തത്. ഇവിടെ നമുക്ക് രാംകേഷിനെ ഒരിക്കലും പൂർണ്ണമായിട്ട് ന്യായീകരിക്കാനൊന്നും സാധിക്കില്ല. കാരണം പ്രേമിച്ച പെണ്ണ് വേണ്ട എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്കും അവളുടെ ആ ഒരു ലൈംഗിക ദൃശ്യങ്ങൾ, ഇരുവരും ഒരുമിച്ചുള്ള ലൈംഗിക ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. അത് തീർച്ചയായിട്ടും ഒരു ക്രൈം തന്നെയാണ്. പക്ഷേ അയാളെ കൊലപ്പെടുത്തുക എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനെ ന്യായീകരിക്കാനായിട്ട് സാധിക്കത്തില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട എന്തായാലും 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. വ്യക്തമായിട്ടുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചു. ഇവിടെ ഈ അമൃത എന്ന് പറയുന്ന ആ പെൺകുട്ടി, അവൾ മറ്റൊരു ബുദ്ധി കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവർ ആ അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ട്, അവൾക്ക് താക്കോലൊക്കെ കൃത്യമായിട്ട് അറിയാം, അപ്പാർട്ട്മെൻറ്റ് പൂട്ടിയിട്ട് ജനാല തുറന്നിട്ട് ആ താക്കോല് അകത്തേക്ക് ഇട്ടു. കാരണം ഡോർ ലോക്കായിരിക്കും. കാരണം ഡോർ ലോക്കാകുമ്പോഴത്തേക്ക് ആരും പെട്ടെന്ന് അകത്തേക്ക് കയറി വരത്തില്ലല്ലോ, പൂർണ്ണമായിട്ട് പൊട്ടിത്തെറിക്കും. ഇത് പൊട്ടിത്തെറിച്ചാൽ മാത്രമേ, കാരണം ഡോർ തുറക്കാൻ പാടില്ല, ഇത് പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റോ ഫുട് പ്രിൻറ്റോ ഒന്നും തന്നെ കിട്ടില്ല, തെളിവുകൾ പൂർണ്ണമായിട്ട് അവിടെ നിന്ന് ഇല്ലാണ്ടാവും. അതിനു വേണ്ടിയിട്ടാണ് ആ ഡോറ് പൂട്ടിയിട്ട് അതിൻ്റെ താക്കോലകത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഈ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ സത്യങ്ങളെല്ലാം തന്നെ പുറത്ത് വരണമെന്നില്ല, അല്ലെങ്കിൽ ഇവരിലേക്ക് അത് എത്തണമെന്നുമില്ല. ഇവർ കരുതിയിരുന്നത് സ്വാഭാവിക മരണമാണെന്ന് കരുതി പോസ്റ്റ്മോർട്ടം ചെയ്യില്ല എന്നതായിരുന്നു. എന്തായാലും
3 പേർ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ്. ഇവർക്ക് ഇതുവരെ ശിക്ഷ ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലേക്ക് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ദിസ് ഇസ് മീ സിജോ ജോൺ. സീ യു.